ആരും ആരുടെ മുകളിലോ താഴെയോ അല്ല, എല്ലാവരും സമന്മാരാണെന്ന് വിശ്വസിക്കുക. സ്നേഹത്തിനും വിശ്വാസത്തിനും ഒരു പിടിവള്ളി മാത്രമാണ് ഉള്ളത്, അതാണ് ആഗ്രഹം. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. കൊടുങ്കാറ്റുകൾ ആളുകളെ ശക്തനാക്കുന്നു, കാറ്റൊരിക്കലും ശാശ്വതമല്ല. വാശിയുടെ പേരിൽ മാത്രം കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും ഇന്നും ചില ബന്ധങ്ങൾ. ഒരു പക്ഷേ നമ്മളിൽ ഒരാൾ താഴ്ന്നിരുന്നെങ്കിൽ തീരുമായിരുന്നു നമുക്ക് ചുറ്റിലെ ആ വാശിയും. ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാനാണ് ബുദ്ധിമുട്ട്. അത് ചാടി കയറാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. നമുക്കെന്താണുള്ളത് അത് വെച്ച് തുടങ്ങുക, പതിയെ പതിയെ വളർത്തിയെടുക്കുക. നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് ചിന്തിച്ചാലും കഴിയില്ല എന്ന് ചിന്തിച്ചാലും രണ്ടും ശരിയാണ്. കാരണം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളായിത്തീരുന്നത്. ഓരോ പുലരിയും ഒരു രണ്ടാം ഊഴമാണ്. ഇന്നലകളിലെ തെറ്റ് തിരുത്താൻ നമുക്ക് കിട്ടുന്ന രണ്ടാം ഊഴം. നിങ്ങൾക്ക് ശ്വാസം എത്രമാത്രം ആവശ്യമുണ്ടോ അത്രയും ആവശ്യം വിജയത്തോടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തിടത്തോളം കാലം നമ്മളെ തളർത്താൻ ആർക്കും കഴിയില്ല. മറ്റുള്ളവരുടെ പ്രോത്സാഹനം കിട്ടാൻ കാത്തു നിൽക്കാതെ സ്വയം മുന്നോട്ട് നീങ്ങുക. നിങ്ങൾക്ക് പറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ താഴേക്ക് വലിക്കുന്ന എന്തിനേയും നിങ്ങൾ ഉപേക്ഷിക്കുക. ഒരുപാട് തോറ്റവൻ്റെ വിജയം ഒരിക്കലും പാഴായി പോകില്ല. ഓരോ അറിവും ഓരോ അനുഭവങ്ങളാണ്. ചിലർ വായനയിലൂടെയും മറ്റു ചിലർ യാത്രകളിലൂടെയും കരസ്ഥമാക്കുന്നു. നല്ല പ്രതീക്ഷയുടെ മനോഭാവമാണ് നല്ല വ്യക്തിത്വത്തിൻ്റെ അടയാളം. രോഗമുണ്ടായാലേ ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും മികച്ച കാര്യങ്ങൾ സാധ്യമല്ലാതാകുമ്പോൾ ലഭ്യമായതിൽ നിന്ന് ഏറ്റവും മികച്ചത് നന്നായി ആസ്വദിക്കുക. പൂജ്യമില്ലാതെ ഇന്നേ വരെയും ആയിരങ്ങളും കോടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. തിരമാലകളെ എനിക്കിഷ്ടമാണ്, അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും വിജയം നേടാൻ സാധിക്കും. ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ വിധി നമ്മെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, അതേ വിധി തന്നെയാകും അപ്രത്യക്ഷ സന്ദർഭങ്ങളിൽ നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും. വിജയികൾ തുടർച്ചയായി പുതിയ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്നു, മറിച്ച് പരാജിതർ എല്ലാം അറിയാവുന്നവരാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു തെറ്റ് അധ്യാപകനാണ്, നിങ്ങളുടെ ആക്രമണകാരിയല്ല. അതുപോലെ ഒരു തെറ്റ് നിങ്ങളുടെ പാഠവും കൂടിയാണ്, അല്ലാതെ നഷ്ടമല്ല. ആരിൽ നിന്നും നല്ല വാക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി ആകരുത് നമ്മൾ ഓരോരുത്തരും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. വിജയിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് തോൽക്കാനുള്ള ധൈര്യമാണ്. മോഹിച്ചത് കിട്ടിയില്ലെങ്കിൽ ദുഃഖിക്കരുത്. മനോഹരമായതെന്തോ നിങ്ങളെ തേടി വരുന്നുണ്ട്. ഉറച്ച തീരുമാനത്തോടെ എഴുന്നേൽക്കുക, തികഞ്ഞ സംതൃപ്തിയോടെ ഉറങ്ങുക.